guys, this is Niveditha and welcome back to my channel Simply Blessed. ഇന്നത്തെ വീഡിയോ ഒരു സ്മഡ്ജ്ഡ് ഐലൈനർ ലുക്ക് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോയാണ്. ഇത് നമുക്ക് ജസ്റ്റ് 4 to 5 പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐലൈനർ ലുക്കാണ്. ഇപ്പം ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സ്റ്റൈലാണ് ഈ ഒരു സ്മഡ്ജ്ഡ് ഐലൈനർ ലുക്ക്. ഈ ഒരു പെർട്ടിക്കുലർ ഐലൈനർ ലുക്കിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു കാജലാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മേബിളിന്റെ കൊളോസൽ കാജലാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഐലൈനർ ആണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ലാക്മേയുടെ ഐലൈനർ. ഈ ഒരു സ്മഡ്ജ്ഡ് എഫക്ട് നമ്മൾ കൊടുക്കുന്നത് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടല്ല, നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ക്യൂട്ടിപ്പ് ആണ്. പിന്നെ നമുക്ക് വേണ്ടത് മസ്കാരയാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് മേബിളിന്റെ ടോട്ടൽ ടെംപ്ടേഷൻ മസ്കാര. ആൻഡ് അവസാനമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഐ ഷാഡോ ആണ്. നമുക്ക് വേണ്ടത് ഒരു ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോ ആണ്. ഇവിടെ ഉപയോഗിക്കുന്നത് ഹുഡ ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം പോയാൽ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കൂടെ ഉണ്ടാവും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, സോ ദാറ്റ് യു വോണ്ട് മിസ് ഔട്ട് ഓൺ എനി ഓഫ് മൈ വീഡിയോസ്. സോ വിതൗട്ട് എനി ഫർദർ അഡു, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. ഫസ്റ്റ്ലി നമ്മൾ കാജൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ അപ്പർ വാട്ടർ ലൈനും ലോവർ വാട്ടർ ലൈനും ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുവാണ്. ലോവർ വാട്ടർ ലൈനിൽ കാജൽ നല്ല തിക്കായിട്ടും നല്ല ഡാർക്കായിട്ടും അപ്ലൈ ചെയ്യുക. അതിനുശേഷം വി ആർ ഗോയിങ് ടു ടൈറ്റ് ലൈൻ ആ അപ്പർ വാട്ടർ ലൈൻ. ഈ ടൈറ്റ് ലൈനിങ് എന്ന് പറയുന്ന ഒരു ടെക്നീക്കാണ് കേട്ടോ. നമ്മുടെ അപ്പർ വാട്ടർ ലൈൻ കുറച്ചും കൂടെ തിക്കായിട്ടും കുറച്ചും കൂടെ ഫുള്ളറായിട്ടും അപ്പിയർ ചെയ്യിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നീക്കാണ് ടൈറ്റ് ലൈനിങ് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ കാജൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ അപ്പർ വാട്ടർ ലൈനിൽ നമ്മൾ ഈ ഐലൈനറൊക്കെ വരയ്ക്കുന്നത് പോലെ ഒരു ലൈൻ വരയ്ക്കുക. അതൊരു അത്രയും പെർഫെക്ഷൻ വേണ്ട, ബിക്കോസ് നമ്മൾ എന്തൊക്കെയാണ് അത് സ്മഡ്ജ് ചെയ്യാൻ പോവുകയാണ്. സോ അത്രയും പെർഫെക്ഷൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ല ഡാർക്കായിട്ടും നല്ല തിക്കായിട്ടും ലൈൻ വരയ്ക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐലിൻ്റെ ഔട്ടർ ഏരിയയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് പിടിച്ചിട്ട് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ അവിടെ ഒരു ക്ലംസി ആവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്യൂട്ടിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ വരച്ചേക്കുന്ന ലൈൻ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സ്മഡ്ജ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദ ക്യൂട്ടിപ്പ് ഹാസ് എ സോഫ്റ്റ് എൻഡ്. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് ടു ബി വെരി ഹാർഷ് ഓൺ യുവർ സ്കിൻ. സോ ടേക്ക് യുവർ ടൈം ആൻഡ് ജസ്റ്റ് സ്മഡ്ജ് ഇറ്റ് ഔട്ട് പ്രോപ്പർലി. And after this, take an eyeliner and draw a very thin line, exactly the way you did the tight lining for the upper lid. ഞാൻ ഈ ഐലൈനർ നമ്മുടെ ഇന്നർ കോർണേഴ്സിലേക്ക് കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ആൻഡ് ഐ എം ജസ്റ്റ് ജോയിനിങ് ദി ഔട്ടർ ലൈൻ ആൻഡ് ദി ഇന്നർ ലൈൻ. നമ്മുടെ അപ്പർ ഐലിഡിൻ്റെയും ലോവർ ഐലിഡിൻ്റെയും ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്യുക. അതിനുശേഷം അപ്പർ ഐലിഡിൽ നമ്മൾ ക്യൂട്ടിപ്പ് ഉപയോഗിച്ച് സ്മഡ്ജ് ചെയ്തതുപോലെ ലോവർ വാട്ടർ ലൈനിലും ക്യൂട്ടിപ്പ് ഉപയോഗിച്ച് സ്മഡ്ജ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഐ ഷാഡോ പാലറ്റിലെ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഈ ക്യൂട്ടിപ്പും കൊണ്ട് തന്നെ എടുത്തിട്ട് ഒരു നമ്മുടെ അപ്പർ വാട്ടർ ലൈനിലും ലോവർ വാട്ടർ ലൈനിലും നമ്മുടെ കാജൽ സ്മഡ്ജ് ചെയ്തതിൻ്റെ മേലെ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. അതും നല്ലതുപോലെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. Now to complete this look, I am using a mascara and you can see here how much of a difference this has made. It literally makes my eye look so much defined. ഇനി ഞാൻ വേഗം ഈ സെയിം പ്രോസസ്സ് മറ്റേ കണ്ണിലോട്ട് റിപ്പീറ്റ് ചെയ്യട്ടെ. And this is our completed smudged eyeliner look. ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെ ഒക്കെ കൂടെ ഈ ഒരു ഐലൈനർ ലുക്ക് നല്ലതുപോലെ ചേരും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. I'll see you all in my next video. Until then, bye.